മലയാള മനോരമ ഹലോ അഡ്രസ് ഇന്ന് കൊല്ലം ജില്ലയില് വികസന കുതിപ്പിലിരിക്കുന്ന ദേശീയപാതയില് ഉമ്മേനല്ലൂരാണ് 6 നിലകളിലായിട്ടുള്ള കൊമേഴ്ഷ്യൽ കം അപ്പാർട്ട്മെന്റ് ബിൽഡിംഗ് ആണ് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദേശീയപാതയിൽ ഒരു പ്രധാന പട്ടണത്തിന് മുമ്പിൽ 7ഓളം കാറുകൾക്ക് വിശാലമായിട്ട് കാർ പാർക്ക് ചെയ്യാം. കൂടാതെ ഇതൊരു എൻട്രി പോയിന്റ്, എക്സിറ്റ് പോയിന്റ്, ബേസ്മെന്റിൽ 30ലധികം കാറുകൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം. സോ ബേസ്മെന്റ് ലെവലിൽ നേരത്തെ പറഞ്ഞതുപോലെ 30ലധികം കാർ പാർക്ക് ചെയ്യാം. ഞാൻ നിൽക്കുന്ന ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ ഒരു സിമിലർ ലേഔട്ട് ആണ്. രണ്ടും കൂടി ചേർത്ത് 15,000 സ്ക്വയർ ഫീറ്റ് ആണ്. ക്ലയന്റിനെ പ്രിഫർ ചെയ്യുന്നത് സിംഗിൾ ക്ലയന്റ് കൊടുക്കാൻ വേണ്ടിയാണ്. ഇനി നേരെ പോകുമ്പോൾ സെക്കൻഡ് ഫ്ലോർ, അവിടെ ഒരു 8,000 സ്ക്വയർ ഫീറ്റ് പാർട്ടീഷൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഒരു മാജിക്കൽ ആർക്കിടെക്ചറൽ ബ്രില്യൻസ് ഓവറോൾ ഈ ബിൽഡിങ്ങിൽ കാണാൻ സാധിക്കും. ഈ ഫ്ലോറിലും ടോപ്പ് ഫ്ലോറിലും ടഫ് ആൻഡ് ഗ്ലാസ് ആണ് ഫ്രണ്ടേജ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഏറ്റവും ആകർഷണീയമായ ഒന്ന് ഇതിൻ്റെ ഫ്ലാറ്റ് സ്ലാബാണ്. റൂഫിൻ്റെ സീലിങ്ങിന് ഏറ്റവും അനുയോജ്യമായ തലത്തിലാണ്. അത് തീർച്ചയായിട്ടും അത് ഡിസ്പ്ലേ ഒരുപാട് സഹായിക്കുന്ന ഘടകങ്ങളിൽ ഒന്നുകൂടിയാണ്. ബേസ്മെന്റ് ലെവലിൽ നിന്ന് 2 സ്റ്റെയറുകൾ വരുന്നുണ്ട്. ഒന്ന് 5 സ്റ്റെയർ ആണ്. അതുപോലെ തന്നെ 2 ലിഫ്റ്റുകൾ, ഈ കാണുന്ന ലിഫ്റ്റും അതുപോലെ റൈറ്റ് കോർണറിലായിട്ടുള്ള ലിഫ്റ്റും, ഇതും ആക്സസിബിലിറ്റിയുടെ പ്രധാന ഘടകങ്ങളിൽ ഒന്ന് തന്നെയാണ്. സ്പേസ് വളരെ ക്രിയേറ്റീവ് ആയിട്ടാണ് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്. ബീമുകൾ കുറവാണ്. ഈ ഉള്ള ഡൈമെൻഷൻ തന്നെ വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഈ ഫ്ലോറിൽ, ഗ്രൗണ്ട് ഫ്ലോറിൽ റൈറ്റ് കോർണറിലായിട്ട് വാഷ്റൂമും വരുന്നുണ്ട്. ഇനി നേരെ നമുക്ക് മുകളിലെ കാഴ്ചകളിലേക്ക് പോകാം. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ടോപ്പിലേക്കുള്ള ലിഫ്റ്റാണ്. നമ്മൾ നേരെ പോകുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ്. ഫസ്റ്റ് ഫ്ലോർ ആണിത്. നമ്മൾ താഴെ എന്താണോ കണ്ടത് അതേ സിമിലർ ലേഔട്ട് ആണ്. ഫ്രണ്ടേജ് ടഫ് ആൻഡ് ഗ്ലാസ് വരുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് ഇവിടെ ഒരു കോമൺ വാഷ്റൂം, ടോയ്ലറ്റ്സ് ഇവിടെ വരുന്നുണ്ട്. താഴെയും ഇവിടെയുമായിട്ട് 15,000 സ്ക്വയർ ഫീറ്റ്. ദിസ് ഈസ് എ സെക്കൻഡ് ഫ്ലോർ. ഇതിൽ ഏതാണ്ട് 2,500 സ്ക്വയർ ഫീറ്റ്, ടോട്ടൽ ഓഫ് 8,000 സ്ക്വയർ ഫീറ്റ്. അതിൽ 2,500 സ്ക്വയർ ഫീറ്റിൽ ഓൾറെഡി ഒരു ബ്യൂട്ടി ക്ലിനിക്ക്, അതിൻ്റെ ഫൈനൽ വർക്ക്സ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ റിമൈനിങ് ആയിട്ടുള്ള സ്പേസ് നമ്മുടെ ഇഷ്ടാനുസരണം, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ പ്രിഫർ ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് ഇവിടുന്ന് ലേഔട്ട് സെറ്റ് ചെയ്ത് തരാൻ സാധിക്കും. സെക്കൻഡ് ഫ്ലോറിലെ റിമൈനിങ് സ്പേസ് ആണിത്. ഈ ഒരു ഫുൾ ഫ്ലെഡ്ജ് കാണുന്നത് കൂടാതെ ആ റൈറ്റ് കോർണറിൽ ഉള്ളതുകൊണ്ട് നമ്മുടെ ബ്രാൻഡ് എന്താണോ, പ്രോഡക്റ്റ് എന്താണോ അതിനനുസരിച്ച് സ്ക്വയർ ഫീറ്റ് തലത്തിൽ നിങ്ങൾക്ക് ഈ സ്ഥലം എടുക്കാൻ സാധിക്കും. സെക്കൻഡ് ഫ്ലോറിൽ ആ ബ്യൂട്ടി ക്ലിനിക്കിനും അതുപോലെ ബാക്കി റിമൈനിങ് സ്പേസും കഴിഞ്ഞിട്ടുള്ള ലോങ് ഓപ്പൺ സ്പേസ് ആണ് ഈ കാണുന്നത്. ഇവിടെ വേണമെങ്കിൽ ഒരു കഫറ്റീരിയക്കുള്ള സ്കോപ്പ് ഉണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ടോപ്പിൽ ഒരു ടെമ്പററി കവറേജ് കൊടുത്തിട്ട് അത് നമുക്കിവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. സെക്കൻഡ് ഫ്ലോറിൽ തന്നെ 2 സെപ്പറേറ്റ് വാഷ്റൂംസ് വരുന്നുണ്ട്. ഒരു കോമൺ വാഷ് ഏരിയ വരുന്നുണ്ട്. ദിസ് ഈസ് ദ തേർഡ് ഫ്ലോർ. ഈ 3ാമത്തെയും 4ാമത്തെയും നിലയുടെ പ്രത്യേകത, ഈ 2 ഫ്ലോറും കംപ്ലീറ്റ്ലി അപ്പാർട്ട്മെന്റ്സ് മാത്രമാണ്. ഓരോ ഫ്ലോറിലും 4 അപ്പാർട്ട്മെന്റ് വീതം, 2 BHKയുടെ 2 3 BHKയുടെ 2 അങ്ങനെ 2 നിലകളിലായി 8 അപ്പാർട്ട്മെന്റുകൾ. ഒരു കോമൺ സ്പേസ് ഈ 4 അപ്പാർട്ട്മെന്റിന്റെയും മിഡിൽ ഭാഗത്തായിട്ടുണ്ട്, ഒരു പ്രൈവസി എൻഷുർ ചെയ്യുന്ന തരത്തിൽ. ദിസ് ഈസ് എ ബേസ്മെന്റ് ലെവൽ പാർക്കിംഗ്. 30ലധികം വണ്ടികൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്പോട്ട് ഓരോ വണ്ടിക്കും മാർക്ക് ചെയ്തിട്ടുണ്ട്. 2 ലിഫ്റ്റ് ആക്സസുകളാണ് ലെഫ്റ്റും റൈറ്റും കാണുന്നത്. മുകളിലുള്ള അപ്പാർട്ട്മെന്റ് 8 അപ്പാർട്ട്മെന്റ്സിന് സെപ്പറേറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കും. എൻട്രിയും എക്സിറ്റും രണ്ടിനും 2 വഴിയുമുണ്ട്. ബേസ്മെന്റ് ലെവലിൽ 2 ലിഫ്റ്റിനോടും ചേർന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 സ്റ്റെയർ വരുന്നുണ്ട്. സോ ഇതൊരു 2 BHK അപ്പാർട്ട്മെന്റ് ആണ്. ലിവിംഗ് കം ഡൈനിങ് സ്പേസ് ആണ്. ലേഔട്ട് അതിമനോഹരമായിട്ടുണ്ട്. 2 ബെഡ്റൂമുകൾ, ലിവിംഗ് സ്പേസിനെ കണക്ട് ചെയ്ത് ഒരു ബാൽക്കണി ഏരിയ വരുന്നുണ്ട്. അതുപോലെ ഡൈനിങ് സ്പേസിനോട് ചേർന്ന് വാഷ് ഏരിയ. ഈ റൂമിൽ നിന്ന് വീണ്ടും ഒരു ബാൽക്കണി സ്പേസ് വരുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അതുപോലെ സെമി ഫർണിഷ്ഡ് ആണെങ്കിൽ പോലും ഇതിനകത്ത് ഒരു വാർഡ്രോബ് വരുന്നുണ്ട്. അതിമനോഹരമായ UPVC വിൻഡോസ് ഈ സെയിം ഡയമെൻഷനിൽ തന്നെയാണ് എല്ലാ റൂമിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ പ്രകാശം കൃത്യമായിട്ട് എൻഷുർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് സെക്കൻഡ് ബെഡ്റൂം വരുന്നത് വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം. സെയിം വാർഡ്രോബ് ഇവിടെയുണ്ട്. ഇതിനൊരു ബാൽക്കണി സ്പേസ് വരുന്നില്ല. ഡൈനിങ് സ്പേസിനോട് ചേർന്ന് 2 വശങ്ങളിലായി അതിമനോഹരമായ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടോപ്പ് ആൻഡ് ബോട്ടം യൂണിറ്റ് ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ നിന്ന് ഈ 8 അപ്പാർട്ട്മെന്റുകളിൽ 2 അപ്പാർട്ട്മെന്റ്, അതിലൊരു അപ്പാർട്ട്മെന്റ് ആണിത്. സെർവറിനായി സെപ്പറേറ്റ് ടോയ്ലറ്റ് ഉണ്ട്. 3 BHKയുടെ ഒരു അപ്പാർട്ട്മെന്റ് ആണ് ഞാൻ വീണ്ടും പരിചയപ്പെടുത്തുന്നത്. ലിവിംഗ് കം ഡൈനിങ് സ്പേസ് വളരെ സ്പേഷ്യസ് ആണ്. നേരത്തെ കണ്ടതുപോലെ തന്നെ ഇവിടെ ഒരു കുറച്ചുകൂടി വിശാലമായ ഒരു ബാൽക്കണി സ്പേസ് വരുന്നുണ്ട്. ആ UPVC വിൻഡോസ് തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ അട്രാക്ഷൻ. ഇത് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്താൽ ഇവിടെ നോയ്സുകളൊന്നും കേൾക്കത്തില്ല. അതുപോലെ നല്ല എയർ സർക്കുലേഷൻ നമുക്ക് ലഭിക്കും. ഇവിടെ മൊത്തം 3 ബെഡ്റൂമുകൾ ഇതിനോട് ചേർന്ന് തന്നെ വരുന്നുണ്ട്. 3 ബെഡ്റൂമിനും ബാൽക്കണി ആക്സസ് ഉള്ളതാണ്.
അതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂം വിത്ത് വാർഡ്രോബ്. അത്ര ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെന്റ് തന്നെയാണ്. ഈ ബാൽക്കണിയിൽ നിന്നുള്ള ഈ വ്യൂ ഇതെല്ലാം ഈ പറയുന്ന പോലെ ഒരു എയർ സർക്കുലേഷനും പ്രോപ്പർ ആയിട്ടുള്ള ലൈറ്റിങ്ങും കൃത്യമായി എൻഷുർ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ബെഡ്റൂമാണ്. നേരെ കാണുന്നത് മുകളിൽ നമ്മൾ കണ്ടതുപോലെ മേവറം ബൈപ്പാസ് ആണ്. അതിമനോഹരമായ ഒരു ബാൽക്കണി സ്പേസും ഉണ്ട്. ഈ സ്പേസ് എല്ലാം ഇന്റീരിയർ പ്ലാൻസോ എക്സ്റ്റീരിയർ പ്ലാൻസോ ഒക്കെ വെച്ച് അതിമനോഹരമാക്കാൻ പറ്റുന്ന ഇടങ്ങളിൽ ഒന്നുകൂടിയാണ്. 2 BHKയിൽ നമ്മൾ കണ്ട സിമിലർ ആയിട്ടുള്ള കിച്ചൺ യൂണിറ്റ് തന്നെയാണ്. അവിടെയും ഒരു എക്സ്റ്റീരിയർ ആയിട്ട് ഒരു ബാൽക്കണി വരുന്നുണ്ട്. അതിവിശാലമായ റൂഫ് ടോപ്പ് ആണ് കാണുന്നത്. എൻ്റെ ബാക്കിലായി കാണുന്നത് മേവറം ബൈപ്പാസ് ആണ്. എത്രത്തോളം അടുത്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൊല്ലം ജസ്റ്റ് 9 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇവിടെ ഉള്ളവർക്കറിയാം. ഇത് ഒരു ഗ്യാതറിങ്ങിന് പറ്റിയ ഇടമായിട്ട് യൂസ് ചെയ്യാം. ഒരു അപ്പാർട്ട്മെന്റിലെ ആളുകളുടെ ഒരു ഗ്യാതറിങ്ങോ അല്ലെങ്കിൽ ഒരു ഫാമിലി ഇവന്റോ ഒക്കെ ചെയ്യാൻ സാധിക്കും. ഇനി അതല്ല, ഈവൻ ഒരു ജിംനേഷ്യോ അല്ലെങ്കിൽ ഒരു കിഡ്സ് പ്ലേ ഏരിയയോ, അനന്തമായ ധാരാളം സാധ്യതകൾ കൊട്ടിയത്ത് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടിയിൽ നിലനിൽക്കുന്നു. 24 hours CCTV സർവേലൻസ്, കൂടാതെ സെക്യൂരിറ്റി ഗാർഡിന്റെ സർവീസ്, വെള്ളത്തിന് യാതൊരു ക്ഷാമവുമില്ല. കോർപ്പറേഷൻ വെള്ളം കൂടാതെ കുഴൽക്കിണറുണ്ട്. അതുപോലെ സോളാർ ഇൻസ്റ്റാൾഡ് ആണ്. EV സ്റ്റേഷൻ പൈപ്പ് ലൈനിലാണ്. പ്രോപ്പർ ആയിട്ടുള്ള വേസ്റ്റ് ട്രീറ്റ്മെന്റിനുള്ള സംവിധാനമുണ്ട്. എന്ന് വേണ്ട എല്ലാം ഈ കൊമേഴ്ഷ്യൽ കം അപ്പാർട്ട്മെന്റിനകത്ത് ഇൻക്ലൂഡ് ആണ്. കൊല്ലത്ത് ദേശീയപാതയിൽ ഉമയനല്ലൂർ നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന കൊമേഴ്ഷ്യൽ സ്പേസുകൾ ഏതെങ്കിലുമോ അപ്പാർട്ട്മെന്റോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എത്രയും വേഗം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.